കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നതിനിടെ കെ സുധാകരൻ വീണ്ടും രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങി. തന്നെ അപമാനിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയുമായി സുധാകരൻ രംഗത്തെത്തി. മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയെ നേരിൽ കണ്ടാണ് സുധാകരൻ പരാതി പറഞ്ഞത്. പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാമെന്നും പൊതുചർച്ച ചെയ്ത് തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് സുധാകരൻ ആന്റണിയെ കാണാനെത്തിയത്. തനിക്ക് അനാരോഗ്യമുണ്ടെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രചരിപ്പിക്കുന്നതിനാണ് സുധാകരന് അനിഷ്ടം. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നിലപാട്. ഇക്കാര്യം സൂചിപ്പിക്കാൻ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചെങ്കിലും തന്നോട് നേതൃമാറ്റ കാര്യം നേതാക്കൾ സംസാരിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം ഞായറാഴ്ച വ്യക്തമാക്കിയത്. ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്ന നിലയിലാണ് ആന്റണിയെ തന്നെ സുധാകരൻ കണ്ടത്. തന്നെ പെട്ടെന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് ഇന്നലെ ചാനൽ അഭിമുഖത്തിൽ കെ സുധാകരൻ പറഞ്ഞത്. 3.25 വർഷം താൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര നേതൃത്വം തൃപ്തരാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. താൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറില്ലെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു. ഹൈക്കമാൻഡ് തന്നെ മാറ്റില്ല, തന്നെ രാഹുൽ ആശ്ലേഷിച്ചാണ് വിട്ടത്. ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടേ താൻ പോകൂവെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. അതാണ് തന്റെ രാഷ്ട്രീയം. അക്കാര്യം നേതൃത്വം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ജനങ്ങളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും അംഗീകാരം തനിക്കുണ്ടെന്നും സുധാകരൻ അവകാശപ്പെട്ടു. കെ.പി.സി.സി അധ്യക്ഷ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്ന വാർത്തകൾ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തള്ളി. എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാം. ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായാൽ അറിയിക്കുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയെ കണ്ടത് കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കാനാണെന്ന റിപ്പോർട്ടുകളും കെ.സി. തള്ളിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും കാണുന്നതാണ്. അത് ഈ വിഷയം ചർച്ച ചെയ്യാനല്ല, മറ്റ് ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, അത് അനുസരിച്ചേ മുന്നോട്ട് പോകൂ എന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊരു അസംബന്ധമായ വാർത്തകളാണ് വരുന്നത്. പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. ഇന്നുവരെ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. മാറ്റമുണ്ടെങ്കിൽ പറയും. ഞങ്ങൾ ആലോചിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ കാര്യത്തിന് വേണ്ടി മാത്രമല്ല നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്. എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാം, കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റണമെന്നാണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ്. ആന്റണി എം.പിയെയും സണ്ണി ജോസഫ് എം.എൽ.എയും പരിഗണിക്കുന്നതായി വാർത്തകൾ വന്നെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. കത്തോലിക്ക ക്രിസ്ത്യാനികൾ എന്നതിനു പുറമെ മുൻ ഡി.സി.സി പ്രസിഡന്റുമാർ എന്ന പരിഗണനയാണ് ഇരുവർക്കും അനുകൂലമായ ഘടകം. ബി.ജെ.പി കടുത്ത ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭകളെ കൂടെ നിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം.